ഗുരുദേവനെ കുറിച്ചുള്ള അറിവുകളാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പണ്ട് ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമായിരുന്നു കോലത്തേരക്കോവിൽ. പ്രാചീന രീതിയിലുള്ള പൂജകളും ജന്തുബലികളും നടത്തിയിരുന്നു. അങ്ങനെയിരിക്കെ അരീപ്പുറത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷം കുളത്തൂരിലെത്തിയ ഗുരുദേവനോട് കുളത്തൂർ നിവാസികൾ അവരുടെ ദുരിതങ്ങൾ പറഞ്ഞു. അതോടെ തന്നെ അരീപ്പുറത്തെ പ്രതിഷ്ഠ പോലെ ഞങ്ങൾക്കും ഒരു ശിവപ്രതിഷ്ഠ നടത്താനും പറഞ്ഞു. ഭക്തരുടെ ആവശ്യപ്രകാരം ഗുരുദേവൻ പൂജ നടത്താനുള്ള സമയവും നീതിയും പറഞ്ഞു. അതോടെ തന്നെ ഭദ്രകാളി പ്രതിഷ്ഠ അവിടുന്ന് ഇടയ്ക്ക് മാറ്റാനും പറഞ്ഞു. ഭയത്തോടെയാണെങ്കിലും ജനങ്ങൾ ഭദ്രകാളി പ്രതിഷ്ഠ ഇളക്കി മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ ആർക്കും തന്നെ ഭദ്രകാളി പ്രതിഷ്ഠ അവിടുന്ന് ഇളക്കി മാറ്റാൻ സാധിച്ചില്ല. പരാജയത്തോടെ ഗുരുദേവനോട് ജനങ്ങൾ പറഞ്ഞു. ഗുരുദേവൻ കോവിലിൽ കയറി ഭദ്രകാളി പ്രതിഷ്ഠയുടെ തലഭാഗത്ത് പിടിച്ചു തൊട്ടപ്പുറം വെച്ചു. അതോടെ തന്നെ ഒരു പൂജാവിധി സാധനവുമില്ലാതെ ഓ നമഃശിവായ പറഞ്ഞുകൊണ്ട് ദേവിച്ചു. അതോടെ തന്നെ കണ്ണുനീരഭിഷേകം കൊണ്ട് നടത്തി പൂജ. ഭദ്രകാളി പ്രതിഷ്ഠയുടെ അടുത്ത് തന്നെ ശിവപ്രതിഷ്ഠ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് നാലമ്പലത്തിനകത്ത് പ്രവേശനമില്ല. അടുത്ത പറയാൻ പോകുന്നത് കൊമരകത്തെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ്. കൊമരകത്ത് ഒരു ചെറിയ ഗ്രാമമായിരുന്നു. അവിടെ റോഡില്ല, ഒന്നുമില്ലാത്ത സ്ഥലമായിരുന്നു. അന്ന് ഗുരുദേവൻ വള്ളത്തേൽ വന്ന് അവിടെ ഇറങ്ങിയപ്പം അവിടെയുള്ള